ഇഡിയുടെ വിവരമില്ല, സിബിഐയുടെ വിവരമില്ല, SFIയുടെ വിവരമില്ല എന്ന് പറയുന്ന പോലെ തന്നെ സുരേഷ് ഗോപിയുടെ കരുവന്നൂർ ബാങ്കിനെ കുറിച്ചുള്ള പരാമർശവുമില്ല. ഇത് സാമാന്യ യുക്തിക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് എവിടെയാണ്, എപ്പോഴാണ്, എന്തിനാണ് ഈ കോംപ്രമൈസ് നടന്നത് എന്ന്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തൃശ്ശൂരില് സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഞാൻ തൃശ്ശൂരിൽ എടുക്കുക എന്നാ പറഞ്ഞത്. തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തതല്ല. സുരേഷ് ഗോപിയുടെ കയ്യിലേക്ക് വെള്ളിത്തളികയിൽ ഇവിടുത്തെ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊണ്ടുപോയി കൊടുത്തതാണ് തൃശ്ശൂരിലെ പാർലമെന്റ് സീറ്റ്. അത് അവിടുത്തെ കണക്ക് പരിശോധിച്ചാൽ അറിയാം. അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട ഓരോ രാഷ്ട്രീയവും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഏറ്റവും അപകടകരമായ മറ്റൊരു പ്രക്രിയയായിരുന്നു മലപ്പുറത്ത് അൻവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള, നേരത്തെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒക്കെ MSFന്റെ ഒക്കെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന മലപ്പുറം ജില്ലയിൽ അവിടുത്തെ പോലീസിനെ സുജിത് ദാസ് എന്ന് പറയുന്ന അപകടകാരിയായ SP-യെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള അവിടുത്തെ മറ്റൊരു പ്രോജക്ട് വളരെ കൃത്യമായി RSSകാരൻ മലപ്പുറം ജില്ലാ രൂപീകരണ കാലം മുതൽ പറയുന്നു അവിടെ കുഴപ്പമാണ്. 80% മുസ്ലിങ്ങൾ പാർക്കുന്ന ഇടമാണ്. അതുകൊണ്ട് ജില്ല കൊടുക്കരുത്. ജില്ല കൊടുത്താൽ അവർക്ക് എന്തോ വലിയ അധികാരം വരുന്ന ഈ നാട്ടില്. എന്നിട്ടോ അവർ പാകിസ്ഥാന്റെ കപ്പലുകൾ തീരദേശത്ത് അണയും. താനൂരിൽ, പൊന്നാനിയിൽ, തിരൂരങ്ങാടിയിൽ അവിടങ്ങളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മലപ്പുറത്തെ ഒരു ജില്ലയായി പോലും പ്രഖ്യാപിക്കരുത് എന്ന ക്യാമ്പയിൻ നടത്തിയ RSSകാരൻ. പക്ഷെ അവർക്ക് അതിന് അതിജയിക്കാൻ പറ്റിയില്ല. പിന്നെ അവർ പറഞ്ഞത് മലപ്പുറത്ത് റമദാൻ മാസം ഒരു രക്ഷയുമില്ല. മലപ്പുറത്തിന്റെ ഒരു ഭാഗത്തൊരു അമുസ്ലിം പെട്ടാൽ പെട്ടതാണ്, ഒരു തുള്ളി വെള്ളം കിട്ടില്ല, അവൻ വല്ലാതെ വലഞ്ഞു പോകും. RSSന്റെ ആരോപണമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് മലപ്പുറത്തെ ഹിന്ദു സഹോദരന്മാർ മുമ്പിൽ വന്ന് പറയാൻ തുടങ്ങി. ജീവിതം കൊണ്ട് അവരെ തെളിയിച്ചു. അങ്ങ് തെക്കിൽ നിന്ന് തിരുവനന്തപുരത്ത്, കോട്ടയം ജില്ലകളിൽ നിന്നൊക്കെ ആരെങ്കിലും മലപ്പുറത്ത് ജോലി ആവശ്യാർത്ഥമോ ബിസിനസ് ആവശ്യാർത്ഥമോ വന്നാൽ അവനവിടെ പാർപ്പായി. ആ നാട്ടുകാരുടെ സ്നേഹം അവന് വലിയ ഇഷ്ടമായി. മലപ്പുറത്തുകാരന്റെ ആതിഥേയത്വം ആ ഒരു ജില്ല എന്ന നിലക്ക് അവർ സ്വീകരിക്കുന്ന അവരുടെ ഒരു കൾച്ചർ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നവർ പറയാൻ തുടങ്ങി. RSSകാരൻ അവന്റെ ഈ ആരോപണങ്ങൾ, അവന്റെ ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്തിലെ കള്ളത്തരങ്ങൾ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ പറയുന്ന RSSന് വിട്ടുപണിയെടുക്കുന്ന പിണറായി വിജയന്റെ പോലീസ് വരുന്നത്. സുജിത് ദാസ് SP ആയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളും ഞാനൊക്കെ പ്രസംഗിച്ചങ്ങ് പോവുക, നിങ്ങളത് കേട്ടു പോവുക. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് റെക്കോർഡിക്കലായി ഇപ്പോൾ മലപ്പുറം ജില്ലക്കെതിരായി ഒരു കാര്യമുണ്ട്. അത് പിണറായി വിജയൻ ഹിന്ദുവിലെ ലേഖനം തിരുത്തിയാൽ മാറുന്നതല്ല, അത് അൻവർ പ്രസംഗിച്ചാൽ തീരുന്നതല്ല, ഏതെങ്കിലും തരത്തിൽ നിൽക്കുന്നതല്ല, അത് ഡോക്യുമെന്റലാണ്. എന്താണെന്നറിയുമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ റേറ്റ് ഉള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. വെറുതെ പരിശോധിച്ചു നോക്ക്. അൻവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നാളെ പാർലമെന്റിൽ ഒരു ചോദ്യം വരികയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ റേറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാണ്, ജില്ല ഏതാണ്? ഉത്തരം പറഞ്ഞല്ലേ മതിയാവും. 85% മുസ്ലിങ്ങൾ 85% മുസ്ലിങ്ങൾ താമസിക്കുന്ന മലപ്പുറം ജില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സുജിത് ദാസ് എന്ന് പറയുന്ന SP-യുടെയും അജിത്ത് എന്ന് പറയുന്ന ADGP-യുടെയും മാത്രം അജണ്ടയാണോ? അല്ല. മലപ്പുറം ജില്ലയിലെ പിണറായി വിജയന്റെ വലം കൈ എന്ന് പറയാവുന്ന അദ്ദേഹത്തിന്റെ മോഹൻദാസ് എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി, ഇവർ 3 പേരും ചേർന്നുണ്ടാക്കിയ അജണ്ടയാണ്. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് മലപ്പുറം ജില്ലയിൽ പലപ്പോഴും പറഞ്ഞു, ഞാൻ വിശദീകരിക്കല്ല. 2 പേര് ബൈക്കിൽ പോയാൽ 2 പേർക്ക് ഹെൽമെറ്റ് ഇല്ലേ? ഒരു കേസാണ്. ഇതാ പോലീസുകാർ ഇവിടെയൊക്കെ ഉണ്ട് ചോദിക്കുന്നത്, ഒരു കേസ് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പരിചയമുള്ളൂ. ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ഒരു കേസ്. ഇതല്ല, 2 പേർ ബൈക്കിലുണ്ടോ 2 കേസ്. ഇനി വേറൊരു വണ്ടി പിടിച്ചാൽ ആ വണ്ടിയിൽ ഒരു നിയമവിരുദ്ധമായ എന്തെങ്കിലും തരത്തിൽ ആ വണ്ടിയുടെ ആക്ടിവിറ്റി ഉണ്ടോ, ആ വണ്ടി പിടിച്ചാൽ അതിൽ 4 പേരുണ്ടെങ്കിൽ 4 FIR. അപ്പോഴെന്തായി? കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വന്നു. വളരെ കൃത്യമായി കണക്കുകൾ ഉണ്ടാക്കി. ആ കണക്കുകൾ ഉണ്ടായി കഴിഞ്ഞ് കൃത്യമായി അത് വിശദീകരിക്കുന്ന അവസ്ഥയും വന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പോ കത്തുന്ന വിവാദം എന്താണ്? മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിനകത്ത് കൊടുത്ത അഭിമുഖവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ മുനീർ സാഹിബ് ആ PROയുടെ ആ ക്രോണോളജി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹം അതിന്റെ ഓരോ കാര്യങ്ങളും നേരത്തെ തന്നെ മീഡിയ രംഗത്ത് നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലക്ക് അദ്ദേഹത്തിന് അറിയാൻ പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ, എങ്ങനെയാണ് അതും ഹിന്ദു പത്രത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ആലോചിച്ച് നോക്ക് നിങ്ങൾ. ദേശീയ പ്രാധാന്യമുള്ള ഒരു പാർട്ടിയല്ല,
ദേശീയ പ്രാധാന്യമുള്ള ഒരു നേതാവല്ല, കേരളത്തിന്റെ പുറത്തുപോയ ഒരു മനുഷ്യനെ അറിയുന്ന സംഘടനയല്ല. എന്നിട്ടും ഇന്ത്യയിലെ മുഴുവൻ പേരും വായിക്കുന്ന ഒരു പത്രത്തിൽ തന്നെ ഇന്റർവ്യൂ കൊടുക്കണം എന്ന ശാഠ്യമാരുടേതാണ്. ആ ഹിന്ദു പത്രത്തിൽ വായിച്ച കണക്കുകൾ അതല്ലേ ഇപ്പോൾ വിവാദമായിട്ടുള്ളത്? എങ്കിലും ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ഇന്നലെ കോഴിക്കോട് വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, അത് തിരുത്തിയിട്ടുണ്ടാവാം, പറഞ്ഞിട്ടുണ്ടാവാം, അതൊക്കെ തിരിച്ച കഥയൊക്കെ നമ്മൾ കേട്ടു. അത് നിങ്ങളിപ്പോ പറഞ്ഞ ഇവിടെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തെന്നറിയുമോ? തിരുത്തിയോ പറഞ്ഞോ ഇല്ലയോ എന്നല്ല, അത് നിങ്ങളുടെ ഹിന്ദു പത്രത്തിലെ ലേഖനമാണ്. എന്നാൽ സാക്ഷാൽ പിണറായി വിജയൻ 4 ദിവസം മുമ്പ് ഒരുപാട് ദിവസത്തിന് ശേഷം പത്രക്കാരെ കണ്ട് കയ്യിലൊരു കടലാസ് പിടിച്ചു വായിക്കുന്നത്, എന്റെ കയ്യിൽ അതിന്റെ പീസുണ്ട്, ഞാനിപ്പം വരുമ്പോഴും വണ്ടിയിൽ നിന്ന് എടുത്തു നോക്കി. എന്താ പറയുന്നതറിയോ? മലപ്പുറം ജില്ലയിൽ 124 കിലോ സ്വർണം, ദശാംശമൊക്കെ പറയുന്നുണ്ട്, ചെറിയ പോയിന്റുകൾ. 124 കിലോ സ്വർണം മലപ്പുറം ജില്ലയിൽ കരിപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് പിടിച്ചു. 87 കോടി രൂപ ഹവാല പണം അങ്ങനെ പിടിച്ചു എന്നാണ്. എന്നാൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ വാചകം നിങ്ങൾ തന്നെ പറയുന്നത്, കടലാസിൽ നോക്കി വായിക്കുന്നത് ഞങ്ങൾ കേട്ടതാണല്ലോ. എന്നാൽ ഹിന്ദുവിൽ നിങ്ങൾ കൊടുത്തത് എത്രയെന്നറിയുമോ? 150 കോടി സ്വർണം, 150 കിലോ സ്വർണം, 123 കോടി ഹവാല പണം. ഇതെങ്ങനെയായി മാറിയത്? മുഖ്യമന്ത്രി നേരിട്ട് പറയുന്ന സമയത്ത് വളരെ സമർത്ഥമായി മുഖ്യമന്ത്രി ഈ കാലയളവിൽ കേരളത്തിൽ നിന്ന് മൊത്തം പിടിച്ച കണക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കരിപ്പൂരിൽ നിന്ന് പിടിച്ചത് ഇത്രയാണ്. എന്നാൽ ഹിന്ദുവിലേക്ക് ഈ ലേഖനം മാറുമ്പോൾ നിങ്ങൾ ഈ കണക്കു തന്നെ തെറ്റിക്കുകയാണ്. 2 ദിവസം മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കല്ല, അത് കൂട്ടി പറയുന്നു. ഇവിടെ പറഞ്ഞു 124 കിലോ, എന്നാൽ അത് നിങ്ങൾ ഹിന്ദുവിൽ പറഞ്ഞപ്പോൾ 150 കിലോ, 87 കോടി. അത് ഹിന്ദുവിൽ വരുമ്പോൾ 123 കോടി എന്ന് വെച്ചാൽ കേരളത്തിൽ മൊത്തം പിടിച്ചത് മലപ്പുറത്തിന്റെ കണക്കിൽ എഴുതി നിങ്ങൾ വെച്ചു. ഇനി ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയോട്, ഇനി നിങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 124 കോടി പിടിച്ച കണക്കാണല്ലോ പറയുന്നത്. എന്തേ ആ ഹിന്ദു പത്രത്തിൽ കൊടുക്കേണ്ട വേറൊരു കണക്കുണ്ട്? ഏതാ കണക്കെന്നറിയോ നിങ്ങൾ? ശിവശങ്കരൻ എന്ന് പറയുന്ന നിങ്ങളുടെ അടുത്ത അനുയായിയെ ഉപയോഗിച്ച് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി പിണറായി വിജയൻ കൊണ്ടുവന്ന സ്വർണത്തിന്റെ 10-1 ഉണ്ടാവില്ല കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. അറിയുമോ പിണറായി വിജയ? നിങ്ങൾ കൊണ്ടുവന്ന ഒറ്റ കൺസൈൻമെന്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഉണ്ടാകും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 5 കൊല്ലം കൊണ്ട് പിടിച്ചതിന്റെ ഇരട്ടി. അറിയോ നിങ്ങൾക്ക്? ഇനി ഹവാല പണാണോ പ്രശ്നം? എന്റെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നിങ്ങളൊന്ന് പറഞ്ഞേ, കോട്ടകരയിൽ നിന്ന് പിടിച്ച കള്ളപ്പണം ഈ ഹവാലയുടെ കണക്കിൽ എന്തേ പെടുത്താത്തത്? കോട്ടകരയിൽ നിന്ന് പിടിച്ചത് BJPയുടെ അധ്യക്ഷൻ അടക്കമുള്ളവർ പ്രതികളാവുന്ന കേസായതുകൊണ്ട് അത് മുക്കിയവന്റെ പേരാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് പറയുന്നത്. ആ പൈസന്റെ കണക്കില്ല. കോട്ടകരയിൽ നിന്ന് പിടിച്ചത് ഹവാലയല്ല. പിണറായി വിജയൻ സ്വപ്നയെയും അതുപോലെ തന്നെ ശിവശങ്കരനെയും ഉപയോഗിച്ച് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി കടത്തിയത് സ്വർണമല്ല. ഇതാണോ നിങ്ങൾ പറയുന്നത്? ഇനി ഞാൻ ചോദിക്കട്ടെ, കരിപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഈ സ്വർണം ഭീകരമായ വിധത്തിലുള്ള അതിന്റെ കിലോ കണക്കുകളുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ആ സ്വർണം ആര് കൊണ്ടുവന്നു എന്ന് പിണറായി വിജയന്റെ പോലീസ് പിടിച്ചോ? ഈ അജിത് കുമാർ പിടിച്ചോ? ആരാ കൊണ്ടുവന്നത്? കൊണ്ടുവന്നവരുണ്ടാവുമല്ലോ, കൊടുത്ത് അയപ്പിച്ചവരുണ്ടാകുമല്ലോ. നിങ്ങൾ പിടിച്ചത് വെറും കാരിയേഴ്സ് അല്ലേ? അവർക്ക് ചെറിയ പൈസ കിട്ടും, അവരല്ലേ കൊണ്ടുവരുന്നത് അല്ലേ? അവരുടെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരെ സ്വാധീനിച്ചല്ലേ സ്വർണം കടത്തുന്നത്? അങ്ങനെയല്ലേ കടത്തുന്നത്? അപ്പൊ ആരാ കൊടുത്തയച്ചത്? അജിത് കുമാർ പിടിച്ചോ? വലിയ ആഭ്യന്തരമന്ത്രിയുടെ ഗമയം കാണിച്ചിട്ട് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ ഇന്ന നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ ഇന്ന ആളുകൾ കൊടുത്തയച്ചു എന്ന് എന്തേ പറയാത്തത്? അവരെ എന്തേ തൊടാത്തത്? എന്നിട്ട് എല്ലാവരും പറയുന്ന വർത്താനം അത് രാജ്യദ്രോഹത്തിന് വേണ്ടി വിനിയോഗിച്ചു. അത് ആർക്കും പറഞ്ഞൂടെ? അതിന് മുഖ്യമന്ത്രിന്റെ കസേരയിൽ ഇരിക്കണോ? അതിന് ADGPയുടെ കസേരയിൽ ഇരിക്കണോ? ആർക്കും പറയാം. നിങ്ങൾ ഈ കൊണ്ടുവന്ന കിലോ കണക്കിന് സ്വർണം എവിടെ നിന്ന് എന്ന് അന്വേഷിച്ചില്ല, ഏത് വഴിക്കാണ് ഇത് പോകുന്നത് എന്ന് അന്വേഷിച്ചില്ല, ഈ ഹവാലയുടെ പുറകിൽ നിൽക്കുന്നത് ആരെയെന്ന് അന്വേഷിച്ചില്ല. നിങ്ങൾ അതിന്റെ ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അൻവർ പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം എന്താണ്? നിങ്ങൾ പിടിച്ച 150 കിലോ സ്വർണത്തിന്റെ പകുതിയിലധികം പറ്റിയത് നിങ്ങളുടെ പോലീസ് തന്നെയാണെന്നാണ്. സുജിത്താത്തും അജിതും ഈ പറയുന്ന ADGPയും SP-യും അതിനുവേണ്ടി ഒരു ഡാൻസ് ഓഫ് എന്ന് പറയുന്ന സംഘമുണ്ടാക്കി. സ്വർണ്ണ വേട്ടയാണ്.
1 കിലോ പിടിച്ചാൽ 200-300 ഗ്രാമാണ് രേഖയിൽ, പകുതിയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, 1/3 പോലും സർക്കാരിലേക്ക് കൊടുക്കുന്നില്ല. ബാക്കി മുഴുവൻ കൊണ്ടോട്ടിയിലെ തട്ടാനും ഇവിടുത്തെ നിങ്ങളുടെ പോലീസും കൈക്കലാക്കുന്നു എന്ന് വീഡിയോ ദൃശ്യം വഴി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അൻവർ ആ വീഡിയോ കാണിച്ചത് കേരളം കണ്ടതല്ലേ? ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ അതിന്റെ വിക്ടിംസ് വന്ന് പറയുകയാണ്. അതിൽ ഇതിലെ പ്രതികളായവനും വന്ന് പറയുകയാണ്, അവരുടെ കുടുംബം വന്ന് പറയാൻ. ഇന്നുവരെ പിണറായി വിജയ നിങ്ങളുടെ പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിച്ചോ? അതിനെക്കുറിച്ച് നടപടിയെടുത്തോ? പച്ചക്ക് വന്നിട്ട് പോലീസ് വെട്ടിപ്പ് നടത്തിയതാണ് എന്നവർ നുണ പറഞ്ഞതാണെങ്കിൽ അവരുടെ പേരിൽ ഒരു കേസെങ്കിലും നിങ്ങൾ എടുത്തോ? എന്തേ അത് ചെയ്യാത്തത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി ആസൂത്രിതമായി തന്നെയാണ് നിങ്ങൾ ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇന്റർവ്യൂ നടത്തുമ്പോ അതിന്റെ ന്യായീകരണ തൊഴിലാളികളായിട്ട് രാവിലെ തന്നെ AK ബാലൻ വന്നിട്ട് ചോദിക്കാണ്, എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് കുഴപ്പം? കണക്കുകളല്ലേ പറഞ്ഞത്? രാജേഷ് ചോദിക്കാൻ ഇതൊക്കെ ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ഇത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത് മാറ്റണം എന്ന പ്രസ് സെക്രട്ടറിയുടെ കത്ത് പോയി. ഹിന്ദു അതിന്റെ കുറിപ്പെഴുതി കഴിഞ്ഞപ്പോ ഉടനെ വേറെ രണ്ടാമത്തെ വർത്താനാണ്. കണ്ടില്ലേ, നിങ്ങളെല്ലാം കൂടി രാവിലെ മുഖ്യമന്ത്രിയുടെ മേക്കിട്ടായിരുന്നല്ലോ. എന്ത് ഉളുപ്പില്ലാത്ത ന്യായീകരണമാണ്. രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞത് കണ്ടില്ലേ, എന്താ കുഴപ്പം എന്ന് ചോദിച്ചോ. രാവിലെ പത്രത്തിൽ പിറ്റേ ദിവസം പത്രം തിരുത്തിയപ്പോ പറയാണ്, കണ്ടില്ലേ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കുന്നത് അതിനുശേഷം പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ പരിശോധിക്ക്. ഈ പത്രം തിരുത്തിയല്ലോ, ആ പത്രം തിരുത്തുമ്പോ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായത്? PR ഗ്രൂപ്പ് വിളിച്ച് ചോദിക്കാണ് ഹിന്ദുവിനോട്, ഞങ്ങളെ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് വരുന്നുണ്ട്, വന്നാൽ ഇവിടെ കാര്യമായ പണിയൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തരാം. ഏതുപോലെ ചെരുപ്പ് നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ചിറക്കണ പോലെ ഒരു മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ PR ഗ്രൂപ്പ് ഹിന്ദുവിന്റെ പറകിൽ നടക്കും. എന്നിട്ട് അവര് ഏതായാലും ഒരു മുഖ്യമന്ത്രിയല്ലേ, ചോദിച്ചതല്ലേ, ഇന്റർവ്യൂ അല്ലേ എന്ന് കരുതിയിട്ട് അവർ കൊടുത്ത ഇന്റർവ്യൂ ആണ്. എന്നിട്ട് ആ ഇന്റർവ്യൂ നടത്തുമ്പോ ഇയാള് നിങ്ങൾ മനസ്സിലാക്കണം, ഈ PR ഗ്രൂപ്പ് അവിടെ നിൽക്കുക, ഇടത്തും വലത്തും നിൽക്കുക, മുഖ്യമന്ത്രി സംസാരിക്കുക. എന്റെ മുഖ്യമന്ത്രി, നിങ്ങൾ എമ്മാതിരി തള്ളു മുഖ്യമന്ത്രിയാണ്, നിങ്ങൾ എന്തെല്ലാം വിടലാ വിട്ടത്? ഊരിപ്പിടിച്ച വാലിന്റെ കൂടെ സ്ഥിരമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക. ഞാൻ ആനയാണ് ചേനയാണ്, അതിന് പറ്റിയ കുറെ മൊയന്റെ അണികളും ഇരട്ട ചങ്കാണ്. 60 കൊല്ലത്തിലെ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയ? എന്നിട്ട് ഒരു പത്രത്തിന് ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ ഇടത്തും വലത്തും PR ടീം ഇരിക്കണമെങ്കിൽ ഈ പണി നിർത്തി വേറെ വല്ല ഏർപ്പാടിന് പോയിക്കൂടെ? ഞാൻ ചോദിക്കാൻ, പണി പറയാത്തത് ആ പണി മോശാണ്ടാച്ചിട്ടാണ്, ആ പണിയെ മോശാക്കണ്ടാച്ചിട്ടാണ് ഞാൻ പണി പറയാത്തത്. എന്തിനാണ് നിങ്ങൾ ഈ കസരയിൽ ഇരിക്കുന്നത്? 60 കൊല്ലം ഒരു മനുഷ്യൻ ഇരുന്നാർ താമ്പുണ്ടാവില്ലേ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്നാൽ? 60 കൊല്ലത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്. എന്നിട്ട് കോടിക്കണക്കിന് ഉറുപ്പിക കൊടുത്ത PR ഗ്രൂപ്പിനെ വെച്ചിട്ട് വേണം ഇയാൾക്ക് ഒരു ഇന്റർവ്യൂ നടത്താൻ. എന്നിട്ടോ ആ ഇന്റർവ്യൂവിൽ പിന്നീട് തിരികെ കയറ്റുക, പിന്നെയും വാചകങ്ങൾ തിരികെ കയറ്റുക, അതിൽ മിസ്റ്റേക്ക് വരിക. പത്രത്തോട് തിരുത്താൻ പറഞ്ഞ ബംഗ്ലാദേശ് ദേശാഭിമാനിയാണ്, അത് ഹിന്ദു പത്രമാണ്. ഒരുള്ള കാര്യം പറഞ്ഞു, പോയിട്ട് മാനക്കേട് പൈസ കൊടുത്ത് വാങ്ങിക്കൊള്ളുന്നു, അല്ലെങ്കിൽ അത് അപ്പോഴേ അതേ ഉണ്ടാവുള്ളായിരുന്നു. ഹിന്ദു പത്രം തിരുത്തി. ഇതിങ്ങനെ ഉണ്ടായത് ഞങ്ങൾ പോയി ചോദിച്ചൊന്നല്ല, ഞങ്ങളങ്ങനെ നിരന്തരം പിടിച്ച് ശല്യം ചെയ്തിട്ട് ഇടങ്ങേറാക്കിയിട്ട്, അതിനോൾക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇടങ്ങേറാക്കിയിട്ട് ഇന്റർവ്യൂ കൊടുത്തതാണ്. അതും അയാൾ ഒറ്റക്കല്ല, PR ഗ്രൂപ്പ് അപ്പുറത്ത് ഇരുന്നിട്ടാണ്. എന്നിട്ട് അയാൾ എഴുന്നേറ്റ് പോയത്. എന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അപ്പൊ നമ്മളൊക്കെ നിസ്സാരന്മാരാണ്, വളരെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരാണ്. എന്നാലും ഇത് അവിടെ ചാനലുകാരൊക്കെ ഉണ്ട്. ഒരു ഇന്റർവ്യൂ ചാനലുകാർ നടത്തിയാൽ ഒരു സാമാന്യ യുക്തിക്ക് ചോദിക്കും, നാളെയാണ് പ്രക്ഷേപണം, ഞങ്ങൾ ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ? എന്തെങ്കിലും കൂടുതൽ പറയാൻ നിങ്ങൾക്കുണ്ടോ? സ്വാഭാവികമായി ചോദിക്കും, ഇന്ന വിഷയത്തിൽ ഞങ്ങൾ ധൃതി കാണിച്ച് നിങ്ങളുടെ സമയം കുറഞ്ഞു പോയോ? അതൊരു ചാനലുകാർ കാണിക്കുന്ന മര്യാദയാണ്. ഞാൻ ഒരു പത്രം വഴി അല്ലെങ്കിൽ ഒരു ചാനൽ വഴി മുനീർ സാഹിബ് എന്തു പറയണമെന്നത് മുനീർ സാഹിബിന്റെ മാത്രം അവകാശമാണ്. അതിനെ വളച്ചൊടിച്ചു കൊടുക്കുന്നത് പത്രധർമ്മമല്ല എന്ന് ബോധ്യമുള്ള എല്ലാ പത്രക്കാരും ചോദിക്കും, നിങ്ങൾ ഉദ്ദേശിച്ചത് ഇത് തന്നെയല്ലേ? ആ ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെ കൊടുക്കാമോ? എത്ര തവണ ചോദിക്കും? മുനീർ സാഹിബ് ഇരിക്കുന്നു. എന്നെ പോലെയുള്ള താഴെ തട്ടിലെ പ്രവർത്തകരോട് വരെ ചോദിക്കും. അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുത്തിട്ട് ഞങ്ങളങ്ങ് കൊടുത്തോട്ടെ എന്ന്, അതും ഹിന്ദു പോലെ, ഇന്ത്യയിൽ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി ഉള്ള ഒരു പത്രം അങ്ങനെ കൊടുക്കുമോ? ഒരിക്കലുമില്ല.
അത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാകും. മുഖ്യമന്ത്രി അത് പരിശോധിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ CPM എന്ന ഭയങ്കര സംഭവമല്ലേ? നിങ്ങൾ എന്തിനാണ് ഈ എന്താണ് ജോൺ ബ്രിട്ടാസിനെയൊക്കെ കൊണ്ടുപോയത്? മീഡിയ സഹായത്തിനല്ലേ? ആ ജോൺ ബ്രിട്ടാസിന് ഇയാൾ കത്തിന്റെ ഇടയിൽ കൂടെ നടക്കുന്നതുകൊണ്ട് കോടതിയിൽ ക്ലാസ് കയറിയിട്ടുണ്ടാവില്ല. ഇതുവരെ ക്ലാസ് കയറി വിവരം ഞാൻ പറഞ്ഞിട്ടില്ല. കത്തിന്റെ ഇടയിൽ കൂടെ വരാതെ നടക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ജോൺ ബ്രിട്ടാസിന് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാലോ, അയാളൊന്ന് വായിച്ചു നോക്കാമല്ലോ. അങ്ങനെ എന്നിട്ട് കൊടുത്താൽ മതിയല്ലോ. നാളെ തന്നെ ഇത് വരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ആ പത്രത്തിൽ വന്നിട്ട് നിങ്ങൾ തിരുത്തിയത് ആരറിഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്ന് ലീഗിന്റെ പൊതുയോഗം കേൾക്കുന്നവനോ അല്ലെങ്കിൽ ഇവിടുത്തെ മലയാളം മീഡിയ നോക്കുന്നവനോ അറിയാം തിരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ മുഴുവൻ വാർത്തയല്ലേ? ഒരു മുഖ്യമന്ത്രി പറയാണ് ഇന്ന് 82-85% മുസ്ലിങ്ങൾ പാർക്കുന്ന ഒരു ജില്ല തീവ്രവാദത്തിന് വേണ്ടി പണം ഇറക്കുന്നു, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വർണം ഇറക്കുന്നു എന്ന് ഇന്ത്യയിൽ ഒരു രേഖ പോലെ പറഞ്ഞു വെക്കുന്നത് അത് ഈ ഇന്ത്യ രാജ്യത്തിനെ സംഘപരിവാര രാഷ്ട്രീയത്തിന് എത്രമാത്രം അപകടകരമായ വിധത്തിലുള്ള ആനുകൂല്യം കിട്ടലാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് അതിനെയും ന്യായീകരിക്കുന്ന കുറെ അടിമക്കൂട്ടങ്ങൾ. ഇപ്പൊ ഇവരുടെ സൈദ്ധാന്തിക വൈതാനികനുണ്ട് CPM-ന്റെ അശോകൻ ചെരുവില്. എനിക്ക് ആ മനുഷ്യനോടൊക്കെ പുച്ഛം തോന്നുന്നുണ്ട്. അയാള് മെനഞ്ഞാന്ന് പറയുന്നു, ഞാൻ അൻവറിന്റെ പ്രസംഗത്തിന്റെ താഴെ പോയി നോക്കി, ആരൊക്കെയാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. എന്തൊരു കുശാഗ്രതയാണ്! ആരൊക്കെയാണ് ലൈക്ക് ചെയ്തിരിക്കുന്നതെന്ന് ഈ അടിമ പണ്ടാരം പോയി നോക്കുകയാണ്. ഇവരൊക്കെ ആലോചിച്ച് നോക്ക്. CPM-ന്റെ സൈദ്ധാന്തിക വൈതാനികനാണ്. ഇയാൾ ഉളുപ്പില്ലാതെ പറയാണ്, ഞാൻ അൻവറിന്റെ പ്രസംഗത്തിന്റെ താഴെ പോയി നോക്കി, ആരൊക്കെയാണ് അതിൽ ലൈക്ക് ചെയ്തിരിക്കുന്നത്, ആരൊക്കെയാണ് അതിന് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്ന്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് പറയട്ടെ, ദയവ് ചെയ്ത് ഈ അടിമപ്പണി അവസാനിപ്പിച്ച് സഖാക്കളെ നിങ്ങൾ സഖാക്കളാവാൻ നോക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമുണ്ട്. നിങ്ങൾ ഒരു പാർട്ടി എന്ന നിലക്ക് നിൽക്കാവുന്ന സ്പേസ് ഉണ്ട്. നിങ്ങളുടെ നേതാക്കന്മാർ പലപ്പോഴും അത് തെളിയിച്ചതാണ്. ഇങ്ങനെ അടിമയാവേണ്ട കാര്യമുണ്ടോ? ഇത്ര വലിയ ഈ എബ്രഹാം ലിങ്കണ് ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവരുടെ ശീലം അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്. എബ്രഹാം ലിങ്കൻ അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ അടിമ വ്യാപാരം അല്ലെങ്കിൽ അടിമ കച്ചവടം അവസാനിപ്പിക്കുന്ന ഒരു കാലത്തെ കുറിച്ച് പറയുന്നത് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. എവിടെയോ അതിൽ പറയുന്നുണ്ട്, എല്ലാവർക്കും മോചനം കൊടുത്തു, ബാരക്കിലൊക്കെ പോയിട്ട് പറഞ്ഞു ഇറങ്ങിപ്പോയിക്കോളൂ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്. അങ്ങനെ അടിമകളെല്ലാം കൂടെ സ്വാതന്ത്ര്യം കിട്ടുന്നല്ലേ ആവേശത്തിൽ തെരുവിലേക്കൊക്കെ ഇറങ്ങി വലിയ ബഹളം, എന്താണ് വലിയ മുദ്രാവാക്യമൊക്കെ ആയിട്ട് ഉഷാറായിട്ട് നിൽക്കുകയാണ്. ഉച്ചയായപ്പോ എനിക്ക് വിശക്കൽ തുടങ്ങി. വിശക്കുമ്പം ഭക്ഷണം ഇടുന്ന കിട്ടുക. ബാരക്കിലാണെങ്കിൽ അടിമയാണെങ്കിലും സമയത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അവിടെ ഭക്ഷണം കിട്ടുമായിരുന്നു. അപ്പൊ ഇവര് പറയാണ്, അവിടെ തന്നെയാണ് നല്ലത്, ഇപ്പൊ ഭക്ഷണവും ഇല്ല, റോഡുമ്പിലെത്തി സ്വാതന്ത്ര്യം തന്നിട്ട് എന്താ ചെയ്യാന്നാണ്. എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന്റെ വില അറിയില്ല. എന്റെ CPM-കാരാ, നിങ്ങൾ ഈ ജാതി അടിമ രോഗം ബാധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നില്ല. ഇതൊരു ശീലമായി മാറിയിരിക്കുന്നു. വെറുതെ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഈ പാഴാക്കുന്ന സമയമുണ്ടല്ലോ. നിങ്ങളൊക്കെ വലിയ വർത്താനം പറയണില്ലേ? ഞങ്ങളൊക്കെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഭയങ്കര എന്താണ്, ആ പാർട്ടിയിൽ ജനാധിപത്യമില്ല, ചോദ്യമില്ല. ഞങ്ങളൊക്കെ ഈ പാർട്ടിയിലുള്ളത് മനസ്സിലായി. ഞങ്ങള് ഏറ്റവും ശക്തമായി താഴെത്തട്ടിലെ ശാഖാ പ്രവർത്തകൻ മുതൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്നവൻ വരെ അവന്റെ അഭിപ്രായം ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ ധൈര്യമുള്ള ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നത്, ഇതിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതിന് ഷാജിക്ക് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല, മുനീർ സാഹിബിന് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല. എല്ലാവരും നിൽക്കുന്നത് പാർട്ടിക്കകത്താണ്. എന്താണ് അർത്ഥം അറിയുമോ? പാർട്ടിയുടെ ആകത്തുക ജനാധിപത്യമാണ്. ഇതിനകത്ത് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നതുകൊണ്ടാണ്. അത് ലീഗിനകത്തുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞേ. ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നു, നിങ്ങളുടെ പാർട്ടി സമ്മേളനം നടക്കുന്നു. അപ്പോഴെങ്കിലും പാർട്ടിയുടെ അകത്ത് സ്വന്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയണം. അതിനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ നേതാക്കന്മാരുടെ മക്കള്, ഞാൻ എത്ര തവണ പറയുന്നതാണ്, എത്ര തവണ ഈ നേതാക്കന്മാരുടെ മക്കള് കണ്ണൂർ മുതൽ പരിശോധിച്ചോ? പിണറായി വിജയന്റെ മകൾ ഏറ്റവും വലിയ ഉദാഹരണം. ഇപ്പോഴും അദ്ദേഹം വെറുതെ പോയി. VS അച്യുതാനന്ദൻ മരിച്ചു പോയിട്ടില്ലല്ലോ. ആ മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമോ? മകന്റെ പേരിൽ ഒരു ആരോപണമുണ്ട്. ആ ആരോപണം വന്നിട്ട് VS കത്തെഴുതിയത് നിങ്ങളുടെ കോത്താഴത്തെ പാർട്ടി സെക്രട്ടറിക്കല്ല, അറിയോ നിങ്ങൾക്ക്? CBIക്ക്. ആ മനുഷ്യന്റെ കൈ പറച്ചില്ല. മുഖ്യമന്ത്രി പദത്തിലിരുന്ന് CBIക്ക് കത്തെഴുതി. ആര്? VS അച്യുതാനന്ദൻ. എന്റെ മകന്റെ ഇതിലുള്ള പങ്ക് അന്വേഷിക്കണം. എന്റെ സഖാവ് പിണറായി വിജയ CBIക്ക് കത്തെഴുതണ്ട. നിങ്ങളുടെ പിണറായിലെ പോലീസ് സ്റ്റേഷനിലെ ഒരു ഹെഡ് കോൺസ്റ്റബിളിനോടെങ്കിലും പറയാനുള്ള നട്ടല് നടുപ്പുറത്ത് നിങ്ങൾക്കുണ്ടോ? മകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയാൻ ഉണ്ടോ?
നിങ്ങൾക്കറിയാം, ആരന്വേഷിച്ചാലും കുടുങ്ങുന്ന വിധമുള്ള അഴിമതി നിങ്ങളുടെ മകൾ നടത്തിയിട്ടുണ്ട്. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂട്ടുനിന്നിട്ടുണ്ട്. അൻവർ വന്ന് ബഹളമുണ്ടാക്കുമ്പോഴും അൻവർ പോലും ഞാൻ പറയട്ടെ, അദ്ദേഹം പലതും പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ആ പറയാൻ കാണിച്ച ധൈര്യത്തെ ഞാൻ ആദരവോടുകൂടി കാണുന്നു. കാരണം അത് നല്ലത് തന്നെയാണ്. അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞല്ലോ, മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ, ഞാൻ ബഹുമാനിക്കുന്നു. ഇപ്പോഴും മനസ്സിലാവാതെ അവിടെ ജീവിക്കുന്ന അടിമ ജീവിതം കഴിക്കുന്ന ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത് പറയാൻ ധൈര്യം കാണിച്ചതിനെ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. പക്ഷേ ഒരു കാര്യം അൻവറിനോട് ഞാൻ ചോദിക്കട്ടെ. മിനിഞ്ഞാന്ന് മീഡിയകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? തൃശൂരിൽ പൂരം കലക്കി സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആരെങ്കിലും പ്ലാൻ ചെയ്തതാണോ? അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ മറുപടിയുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് സഹായം ആവശ്യമുള്ളവരെ നിങ്ങൾക്കറിയാമല്ലോ എന്നാണ്. എന്റെ പ്രിയപ്പെട്ട അൻവർ, ഇപ്പോഴും അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മകൾക്കും വേണ്ടിയാണെന്ന് ധൈര്യപൂർവ്വം പറയാൻ അൻവറിനുമായിട്ടില്ല. പക്ഷെ അൻവറെ, ഇടതുപക്ഷത്തിനു വേണ്ടി സ്തുതിഗീതങ്ങൾ മുടക്കി ഞങ്ങളെ ട്രോളിയിട്ട് മുനീർ സാഹിബിനെ, ഷാജിനെയും രമേശ് ചെന്നിത്തലയെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊക്കെ ട്രോളിയിട്ട് അങ്ങയുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഇങ്ങനെ കളിയാക്കുമ്പോ ഞങ്ങൾ ഈ തെരുവുകളിൽ സമരത്തിലാണ്. അറിയോ അൻവറിന്? ഈ തെരുവിൽ സമരത്തിലാണ്. ഇല്ലാത്ത പീഡനം ഉണ്ടായിട്ടുണ്ടോ? ഏതെല്ലാം തരത്തിൽ പീഡിപ്പിച്ചടോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിനെ ഒന്നും നിസ്സാരവൽക്കരിക്കുന്നില്ല. എന്തെന്നാൽ ഞാൻ അതിനെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാലും ചോദിക്കട്ടെ, ഇതിനപ്പുറത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ 2020 ഇതാ മുനീർ സാഹിബ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കഴിഞ്ഞു വരുമ്പോ എന്നെ തിരിച്ചു പിടിച്ചു കൈയൊന്നു. അന്ന് നിയമസഭയുടെ അകത്ത് നിന്ന് ഞാൻ പറഞ്ഞു 2020 അറിയണത്. അന്ന് ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രി അങ്ങയുടെ മകൾ അതിന്റെ പേരിലല്ലേ ഞാൻ ഇവിടുത്തെ സഖാക്കളോട് ചോദിക്കട്ടെ, ഈ പിണറായി വിജയൻ മഴുപറഹ് ഉണ്ടാക്കിയതല്ല കേരളം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ, പ്രിയപ്പെട്ട അൻവറെ, അങ്ങേക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനനുഭവിക്കാവുന്നത് മുഴുവൻ അനുഭവിച്ചു. ഇപ്പോഴും അറിയോ നിങ്ങൾക്ക്? പറയുന്നോണ്ട് മാത്രം പറയാൻ മുനിസിപ്പാലിറ്റിയിലായത് ഇവിടെ ഈ കാവ് അടക്കമുള്ളവര്, ഭാഷ അടക്കമുള്ളവർ എന്റെ വീട്ടിൽ വന്നിട്ടില്ലേ? മഞ്ജിത് ഭാഷ അടക്കം വന്നിട്ടില്ലേ? നിങ്ങൾക്കറിയാലോ, എന്റെ വീട്ടിൽ ഇപ്പോഴും നമ്പറില്ല. അൻവറിനറിയോ? ഇപ്പോഴും വീട്ടിന് നമ്പർ തരൂല. കോഴിക്കോട്ടെ കോർപ്പറേഷൻ തരൂല. കാരണം എന്താണ്? കോഴിക്കോട്ടിലെ ഏറ്റവും നിയമവിരുദ്ധമായി ഉണ്ടാക്കിയ വീട് KM ഷാജിയുടെ വീടാണ്. 6 തവണ ED-യും വിജിലൻസും അതുപോലെ ഞങ്ങൾ കോർപ്പറേഷനും വീട് അളന്നിട്ട് മതിയാവണില്ല. അവസാനം ഞാൻ കുടുംബടക്കം ചാലിയത്തേക്ക് ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റി. ഞാൻ ആഴ്ചക്ക് അളവാണ്. അതിനുള്ള സാധനം എടുത്ത് മാറ്റണം. ഒരു 3ാമത്തെ തവണ ആയപ്പോ ഞാൻ പറഞ്ഞു, ഇനി അളവ് തീർന്നിട്ട് സാധനം എടുത്തു വെച്ചാൽ മതി. എത്ര ദിവസം അളന്നടോ? എത്ര ദിവസം? അത് കഴിഞ്ഞിട്ട് എന്റെ കേസ് കോടതി പുല്ലുപോലെ വലിച്ചെറിഞ്ഞ ദിവസം കോഴിക്കോട്ടെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അറിയോ? ഞാൻ ആ സമയത്തൊക്കെ ദ്വാരുന്നത്, അല്ലാഹുവേ പിണറായി വിജയന് നീ ആയുസ് നീട്ടിക്കൊടുക്കണമെന്നാണ്. ഇവരെ ഭാര്യ പോലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. നീട്ടിക്കൊടുക്കണമെന്നാണ്. ആ ദുആ എന്തിനാണെന്നറിയോ? ഇങ്ങനെ നേരത്തെ മുനീർ സാഹിബ് പറഞ്ഞ പോലെ തുണിയടിഞ്ഞ് ജനങ്ങളുടെ മധ്യത്തിൽ ഈ മനുഷ്യൻ നിൽക്കുന്നത് കാണുമ്പോണ്ടല്ലോ, ഈ വയർപ്പ് പുറത്തല്ല, അകത്തൊഴുകുന്നുണ്ട്. അറിയാമത്? അത്രക്ക് പീഡിപ്പിച്ചിട്ടുണ്ട്. എന്തിന്? ഞാൻ ആ മനുഷ്യനുമായി വ്യക്തിപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണത്? സത്യം വിളിച്ചു പറഞ്ഞു, നേര് വിളിച്ചു പറയുമ്പോ അപ്പുറത്തോന്ന് കൊമ്പുണ്ടോ നോക്കാൻ ഞാൻ നിങ്ങളെ പോലെ ഭീരുവല്ല സഖാക്കളെ. ഞാൻ ഭീരുവല്ല. ഏത് കൊമ്പത്തെ തമ്പുരാൻ വന്നാലും ശരിയെന്ന് തോന്നിയാലെന്ന് മുഖത്ത് വന്ന് വിളിച്ചു പറയും. പടച്ച റബ്ബിനാണ്. എന്നെ പോലത്തെ ഒരു പുല്ല് പടപ്പിനെ പേടിയില്ലണോ? അതുകൊണ്ട് തന്നെ പറഞ്ഞത് അത് പറയും. കാരണം എന്നെ വിശ്വസിച്ച് വോട്ട് തന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ ജയിച്ചത് കൊടുവള്ളി മുനീർ സാഹിബ് കൊടുവള്ളിയിൽ ഈ തവണ അദ്ദേഹം കോഴിക്കോട് നിന്നാണ്, ഞാൻ കണ്ണൂരിൽ നിന്നാണ് ജയിച്ചു വന്നത്. പിന്നെ വെറുതെ വലിയ വർത്താനം പറയേണ്ട ആവശ്യമില്ലല്ലോ. ആകെ ഒരു 10 വോട്ട് 30 വോട്ടിന്റെ ജയാണ്. അപ്പൊ വെറുതെ അതിന് മോശം കാണിക്കണ്ട. ഉള്ള സമയം ഉള്ള ഊക്ക് വെച്ച് പറഞ്ഞു. നിങ്ങളെ മേടിച്ചിട്ടില്ല. മനസ്സിലാകുന്നത്? അന്നും ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇവരുടെ ഏത് മക്കള്? പിണറായി വിജയന്റെ മകൻ ഒരു ഷൈയുള്ള ആളാണ്. മോളെ പോലെയല്ല. ഓന് ഒരു ഒതുങ്ങി എങ്ങനെ പോകാം. കാരണം വിദേശത്തൊക്കെ പോയി പഠിച്ചപ്പോ എന്തോ സെൻസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ മോശം തന്നെ ഇപ്പൊ ഓന് ഒറ്റ തട്ടാണ്. എന്നിട്ട് അമോഷനിൽ കയറിയുന്നു. മറ്റേ ക്യാമറയിൽ അമോഷനായി മതി ഇല്ലേ? എടാ, ഇതെന്തൊരു പാർട്ടിയാണോ? ഞാൻ അറിയാണ്ട് ചോദിക്കാം. CPM-കാരെ, നിങ്ങൾ എന്തിനേയും ന്യായീകരിക്കുന്നത്? ആഫീസ് പോയ ശിവശങ്കരൻ, രവി,
പിന്നെയോ ശശി, ഓ എന്തൊരു ചൊറുക്കുള്ളവനാണ് ഇവനൊക്കെ ആഫീസിൽ. എന്നുവെച്ചാ കള്ളന്മാര് കൊള്ളക്കാർ എല്ലാ സാധനവും ആഫീസിൽ. വീട്ടിൽ പോയാലോ മോന്റെ അമ്മോഷൻ, അപ്പുറത്തെ റൂമിൽ മരുവൻ, മൊത്തം ഒരു കള്ളൻ ഫാമിലിയാണ്. ഇതെന്ത് പാർട്ടിയാണോ? അതിനെ താങ്ങിയിട്ട് ഉളുപ്പില്ലാതെ സംസാരിച്ച് കിടക്കാൻ നിങ്ങൾ ഒരു മുഖ്യമന്ത്രി. ഇതുപോലെ പ്രതി ചേർക്കപ്പെട്ട ഒരു സന്ദർഭം കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴുണ്ടായത്? ഇതുപോലെ ഒരു കള്ളനായ പലരും ആരോപണ വിധേയരായിട്ടുണ്ട്. എന്നാൽ എത്ര കൃത്യമായ കള്ളത്തരത്തിന് വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുത്ത ഒരുത്തൻ ഈ പിണറായി വിജയനെ പോലെ വേറെ ആരാ ഉള്ളത്? നിങ്ങൾ പറ. അയാളെ മക്കളാകാനെ ആരെ മക്കളുണ്ടോ? ഇ പി ജയരാജന്റെ മക്കൾ. ജയരാജൻ ചൊടിച്ചിട്ടൊക്കെ പോയല്ലോ. ഇന്ത്യ ചൊടിച്ചു പോയാൽ ഉണ്ടാക്കി വെച്ചത് എത്രയാ? ആ റിസോർട്ടിന്റെ വില എത്ര കോടിയാ? 10 കോടിയോ 100 കോടിയാണോ? ബിജെപിയുടെ നേതാവ് വാങ്ങിയ റിസോർട്ട് അയാളെ വാങ്ങി ഷെയറാണ്. അറിയാങ്ങള് എന്റെ മണ്ഡലത്തിലാണ് ഇ പി ജയരാജൻ ഉണ്ടായിരുന്നത്. എനിക്കറിയാം ആരുടെ മക്കളാണോ ഈ പറയുന്ന നേതാക്കന്മാരുടെ. ആരുടെ മക്കള് ഇംഗ്ലാബ് കുറിച്ച് റോഡുമ്പോ കിടക്കണത്? ഒറ്റ ഒരുത്തല്ല. ഇതായി വലിയ ഡയലോഗ് അടിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ CPM ജില്ലാ സെക്രട്ടറി മോഹന മാഷല്ലേ? അയാൾക്ക് എത്ര വീടുണ്ടെന്ന് ഞാൻ പറയണം? എത്ര വീടുണ്ടെന്ന് ഞാൻ പറയണം? എളമരം കരീമിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഭയങ്കര രസം. എന്താ ഞങ്ങൾ ബെഞ്ചാമൻ എന്താണ് അദ്ദേഹം ശക്തമായി പറയാൻ, അൻവറിനെ സർവശക്തിയും ഉപയോഗിച്ച് ചെറുക്കണം. മൂപ്പർ ഒരാഴ്ച മുമ്പ് സർവശക്തി ഉപയോഗിച്ച് രാഘവനെന്ന് ചേർത്തതാണ്. 1.5 ലക്ഷം വോട്ടിന് വീട്ടിൽ പോയി കുത്തിരിക്കുകയാണ്. എന്റെ കരീമേ, കാലം മാറിയ കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് അതിനൊരു ചെറുക്കുക എന്നൊക്കെ പറഞ്ഞ എനിക്കല്ലാതെങ്കിലും പെണ്ണുങ്ങൾ എന്ത് പാർട്ടിയാണ്? എന്തൊരു അഴിമതി നിറഞ്ഞ പാർട്ടിയാണ് ഈ മക്കളെ മുഴുവൻ. നിങ്ങൾ പരിശോധിച്ചോ? എളമരം കരീമിന്റെ പേരിൽ പറഞ്ഞത് ഞാൻ പണ്ട് പറഞ്ഞു, എളമരമല്ല പണമരമാണ്. പക്ഷേ ഒക്കെ വിദഗ്ധന്മാര് പലതരത്തിൽ ഇതൊക്കെ അടിച്ചു. ആരാണ് താഴെ തട്ട ഒരു ജോർജൻ തോമസ് തൊട്ടടുത്ത്? ഇത് കൊടുവള്ളിയല്ലേ ഞാൻ സംസാരിക്കുന്നത്? വെറുതെ ഏതെങ്കിലും പറഞ്ഞു പോണോ? ഇതൊന്നും ഇന്നലെ അൻവറിന്റെ പ്രസംഗം കേട്ടതിന് ഉണ്ടായ ശേഷം പുതുവകയല്ല. ഇതേ കൊടുവള്ളിയിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവരെ ഇവിടെ ഒന്നാ പറഞ്ഞിട്ടുണ്ട്. ആരാണ് അവിടെ വെക്കുന്നത്? ഒരു വൃത്തികെട്ട പോക്സോ കേസിൽ പോലും അതിന്റെ പൈസ വാങ്ങി ഞണ്ണാൻ ഉളുപ്പില്ലാത്ത ഇങ്ങനെ CPM നേതാക്കന്മാർ ഈ നാട്ടിലുണ്ട്. ഇതുപോലെ അതാണ് അൻവർ പറഞ്ഞത്, ആമൂലോഗ്രം അഴിമതി, താഴെ തട്ട് മുതൽ അഴിമതി, നേതാക്കന്മാർ മുഴുവൻ അഴിമതി, താഴെ ഏരിയ കമ്മിറ്റി മുതൽ തുടങ്ങിയാൽ എല്ലാവരും അഴിമതി. ഇതാണ് എവിടെയാണ് എല്ലായിടത്തും. ഇവിടെ ശശിയുടെ പേരിൽ ആലോചിച്ച് നോക്കണം. CPM-ന്റെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ഓഫീസിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആൾ ശശിയുമായി. ആ ശശിയുമായി പെണ്ണിന്റെ കേസ് പറഞ്ഞു. അത് പിന്നെ ഒരു പസറയ്ക്ക് കാർ കയറ്റുന്നത് പറഞ്ഞാൽ അയാളെ പറ്റി പറയുന്നതിൽ വല്ല കാര്യമൊന്നുമില്ല. അതാണ് അത് പോട്ടു. പക്ഷേ അതല്ലല്ലോ ഈ കരിപ്പൂരിൽ നിന്ന് പിടിക്കുന്ന സ്വർണത്തിന്റെ പങ്ക് ഈ ശശി പറ്റുന്നു എന്ന ആരോപണം ഉന്നയിച്ചത് ലീഗല്ലല്ലോ, കോൺഗ്രസ് അല്ലല്ലോ, അൻവറാണ്. അറിയാങ്ങള് അതിന്റെ പണം പറ്റുന്നവൻ പിണറായിയുടെ ഏറ്റവും അടുത്ത കാലം. എനിക്ക് അൻവറിനോട് വിയോജിപ്പുള്ളത്. അൻവർ എങ്ങനെയാണ് പത്രസമ്മേളനം നടത്തും പറഞ്ഞു, പിണറായി വിജയൻ എന്താണ് കെട്ടുപോയ സൂര്യനാണ്, പിണറായി വിജയൻ കെട്ടുപോയ സൂര്യനാണെന്നാണ്. അത് അൻവറിന് പറഞ്ഞതിലൊരു വിയോജിപ്പുണ്ട്. കാര്യം എന്താ വെച്ചാല് അത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചയുടെ പ്രശ്നമാണ്. ഇപ്പൊ അൻവറിന് കാഴ്ച തിരിച്ചു കിട്ടി. അയാൾ ഒരു കത്തുന്ന സൂര്യനുള്ള, അയാൾ കരിക്കട്ടയായിരുന്നു എന്ന് ഞങ്ങൾ കുറെ കാലമായിട്ട് പറയണതാണ്. ഈ PR ഗ്രൂപ്പുകൾ ഊതി വീർപ്പിച്ചതല്ലാതെ അയാൾ ഒരു കത്തുന്ന സൂര്യനായിട്ടില്ല. അൻവർ പറയുന്ന വേറൊരു വർത്തമാനങ്ങൾ കേട്ടോ. നീ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ റിയാസ് മാത്രം പോരല്ലോ. കോഴിക്കോട്ടിനോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ന് പത്രക്കാരുടെ ഹാലെടുത്തല്ലോ റിയാസിന്, കുറച്ച് പൊള്ളിയല്ലോ. എന്താ പത്രക്കാരുടെ ഒക്കെ സംസാരം? നിങ്ങൾ മറ്റൊരാളാണ്. ഉടനെ അങ്ങനെയാണ് പത്രക്കാരന്റെ മേക്കെട്ട് തട്ടിക്കയറാൻ. എന്നിട്ട് പറയാം നിങ്ങളൊക്കെ പ്ലാൻ ചെയ്തതാണ്. എന്റെ റിയാസെ, നിന്റെ അമ്മോഷന്റെ അഴിമതി കാണു നിൽക്കട്ടെ. നിന്റെ ഭാര്യയുടെ പേരിൽ, മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതിയുടെ 100 കണക്കിന് കേസ് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ കോഴിക്കോട് കോർപ്പറേഷനിലും ഈ പരിസരത്തും നിങ്ങൾ ഈ മന്ത്രി നടത്തുന്ന അഴിമതിയുടെ കണക്കറിയങ്ങൾ ഒന്ന് ബീച്ചിലേക്ക് പോയി നോക്ക്. അവിടെ വരുന്ന കോഫി ഷോപ്പുകളുണ്ട്. നിങ്ങൾ എന്റെ വീടിന്റെ അളക്കാൻ വേണ്ടി 4 ദിവസം വന്നല്ലോ. ആ കോഫി ഷോപ്പുകൾ ഏത് പെർമിഷൻ അടിസ്ഥാനത്തിൽ, ഏത് തീരദേശ നിയമം വെച്ചിട്ടാണ് അവിടെ ഉണ്ടാക്കിയത്? ആർക്കത് കൊടുത്തത്? അതിന്റെ ഒരു വിഹിതം പറ്റുന്നത് ഈ പറയുന്ന മന്ത്രി അടക്കമുള്ളവരാണ്. അതിന്റെ മാത്രമല്ല, കോഴിക്കോട് അനധികൃതമായി വരുന്ന നിരവധി കെട്ടിടങ്ങളുടെ ആനുകൂല്യം പറ്റുന്നവർ ഇവരുടെ മന്ത്രി, ഈ പറയുന്ന റിയാസ് അടക്കമുള്ളവരുണ്ട്.
നിങ്ങൾ ഈ പറഞ്ഞതിന് കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കും. ഞാനാണെങ്കിൽ കേസൊക്കെ തീർന്ന ഒരു ഇതിൽ നിൽക്കുകയാണ്. ഒരു കേസില്ലെങ്കിൽ ഉഷാറില്ല. അപ്പൊ കേസ് ഒന്ന് കൊടുക്കും, കൊണ്ടുപോയിട്ട് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനകത്ത് നിങ്ങൾ ഓരോ മണലും വിൽക്കുകയാണ്. ഈ പറയുന്ന റിയാസിന്റെ നേതൃത്വത്തിൽ, അവിടുത്തെ ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ. ഞാൻ നേരെ പറയുന്നില്ല, നിങ്ങൾ വിറ്റ് കാശാക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പത്രക്കാരുടെ മേക്കിട്ട് കയറി ചൂടാവുകയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അൻവർ പറഞ്ഞൊരു കാര്യം, അൻവറിനോട് ഞാൻ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. ഏതാണെന്നറിയോ അൻവറെ? ഏതാ സംഭവം എന്നറിയോ? അൻവർ പറഞ്ഞു എന്താണ്, കൊടിയേരി സഖാവ് അല്ലേ അത് ഉണ്ടായിരുന്നെങ്കിൽ. എന്റെ അൻവറെ, നിങ്ങൾ പറഞ്ഞല്ലോ കൊടിയേരി സഖാവ് മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് ആ മനുഷ്യന്റെ ഭൗതിക ശരീരം AKG സെന്ററിൽ ഒന്ന് കൊണ്ടുപോയി വെക്കണമെന്ന് കുടുംബാഗ്രഹിച്ചു. അൻവറെ അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുനീർ സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ ലീഗ് പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട്. അന്ന് പിണറായി വിജയൻ കാണിച്ചത് മുഴുവൻ നാടകമായിരുന്നു. മോനെയും മരുമോനുണ്ടാവുമല്ലോ എപ്പം കൂടെ. നിങ്ങൾ മനസ്സിലാക്കണ പേരക്കുട്ടി എന്തിനാണോ ഞങ്ങൾ അതിന്റെ ചെലവ് തരുന്നത്? ആ കോട്ടും സൂട്ടും വരെ ഞങ്ങളെ പൈസ അല്ലേ പിണറായി വിജയ? ഒരു ഉദ്യാർക്കം വേണം. മോളെ നോക്കിക്കോ, പേരക്കുട്ടികളാണ് മുമ്പിൽ ഇങ്ങനെ നടക്കുന്നത്. മുഖ്യമന്ത്രിനെക്കാൾ മുമ്പിൽ എവിടെ പോയാലും, ലോകത്ത് എവിടെ പോയാലും ആരുടെ ചെലവില്, ഏത് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ആ പേരക്കുട്ടിയെയും കൂട്ടിയിട്ട് നിങ്ങൾ ടൂർ പോയത് കൊടിയേരിയുടെ ചീത്തയടയുന്ന അതാണ് എന്താണ് എരിഞ്ഞടങ്ങുന്നതിന് മുമ്പാണ്. അന്ന് മുഖ്യമന്ത്രി അസ്വസ്ഥനായത് എന്താണെന്നറിയുമോ? ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കാണാൻ നിൽക്കുകയാണ്. കൊടിയേരി കണ്ണൂർ ജില്ലയിലെ ഏതൊരു സഖാവിനും അവന്റെ ഹൃദയത്തൊടുപ്പാണ് മറ്റെല്ലായിടത്തും ഉള്ളതിനേക്കാൾ. അവർ പോയാൽ അദ്ദേഹത്തിന്റെ ഒരു സൗമ്യഭാവമുണ്ട്. ഏറ്റവും വലിയ ശക്തമായ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഇടപെടൽ പലപ്പോഴും അദ്ദേഹത്തെ ആരോപണ വിധേയനാക്കിയിട്ടുണ്ടെങ്കിലും കൊടിയേരിയുമായി നേരിട്ട് പരിചയമുള്ളവർക്കറിയാം, പിണറായി സഖാവിനെ പോലെയുള്ള ഒരാളല്ല കൊടിയേരി. EP അങ്ങനെ തന്നെയാണ്. പക്ഷേ നന്നായി പെരുമാറാനറിയാം, എല്ലാവരുമായി ബന്ധമുണ്ട്. 10,000കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുമ്പോ ആ ക്യൂ തട്ടിമാറ്റി ഗോവിന്ദൻ എന്ന് പറയുന്ന അടിമയെ കൊണ്ട് ആ മൃതശരീരം സംസ്കരിക്കാതെ എടുപ്പിച്ചു പിണറായി വിജയൻ. എന്തിന്? തൊട്ടു പിറ്റേ ദിവസം പോകുന്ന ഫ്ലൈറ്റ് ഡിലേ ആവാതിരിക്കാൻ. ആജാതി സഖാവായാണ്. അറിയാം, അൻവറിൽ അത് മനസ്സിലാകാൻ ദിവസങ്ങൾ കഴിയേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾക്കത് നേരത്തെ മനസ്സിലായി. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ അൻവറെ, ഒരു സങ്കടമുള്ള കാര്യം. അതെന്താണെന്നറിയോ? എനിക്ക് അൻവറിന്റെ നിലമ്പൂരിലെ പ്രസംഗം രാഷ്ട്രീയ കേരളത്തെ ഇവിടുത്തെ മീഡിയകൾ കാണിച്ചുകൊണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ നോക്കി നിന്നിരുന്നു. എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നിയ ഒരു സീൻ ഉണ്ടായിരുന്നു അതിൽ. കാരണം അൻവർ പ്രസംഗിച്ചു തുടങ്ങാൻ. അൻവർ പറയാണ്, ഞാനിതാ ഇവിടെ വന്നിരിക്കുന്നു. എന്റെ വാപ്പ ഷൗക്കത്ത് അലി, എന്റെ കുടുംബം, ഞാൻ പഠിച്ച കോളേജ്, അവിടെ എന്റെ സുഹൃത്തുക്കൾ, അവിടുത്തെ സിസ്റ്റർമാർ, എന്റെ ഡ്രൈവർ, എന്റെ ഗൺമാൻ, എന്റെ വീട്ടിൽ ഭക്ഷണം വെച്ച് തരുന്നവൻ, എന്റെ വീട്ടിലെ വേലക്കാർ, ഓരോരുത്തരുടെ പേരും പറയുകയാണ്. അവർ ഇന്ന മതം. എന്നിട്ട് എന്നെയാണോ വർഗീയവാദി എന്ന് വിളിക്കുന്നത്? കൂട്ടുപള്ളിക്കാരെ, CPM-ന്റെ ആലയില് രാജ്യത്തെ മതേതരത്വമാക്കാൻ പറ്റിയ ഒരു പാർട്ടിയാണ് എന്ന് പോയി പെട്ട ഒരു മനുഷ്യന്റെ ഇതിനേക്കാൾ ദയനീയമായ ഒരു മുഖം നിങ്ങൾക്ക് വേറെ കാണാനുണ്ടാകുമോ? അൻവറിന് തെളിയിക്കേണ്ടി വരികയാണ്. അതെന്തൊരു സങ്കടമാണ്. അൻവർ എന്താ പറഞ്ഞത്? അൻവർ എന്തെങ്കിലും ഒരു തീവ്രവാദം പറഞ്ഞോ, അപകടം പറഞ്ഞോ? അൻവർ ചില വസ്തുതകൾ പറഞ്ഞു. ആ വസ്തുതകൾ പറഞ്ഞപ്പോ അൻവറിനെ നിങ്ങൾക്ക് തടുക്കാനായില്ല. കാരണം പറഞ്ഞത് വസ്തുതയാണ്. പിന്നെ അൻവറിനെ തീവ്രവാദിക്കാണ് ഒരു മനുഷ്യൻ. ഇടതുപക്ഷത്തിന്റെ MLA പദം ഇപ്പോഴും കയ്യിൽ വെച്ച ഒരു മനുഷ്യൻ, ആയിരക്കണക്കിന് മനുഷ്യർ തടിച്ചുകൂടിയ വേദിയിൽ പറയാണ്, ഞാൻ മതേതരവാദിയാണ്. തെളിവ് കണ്ടോ? എന്റെ കൂടെ ഇന്ന ആളൊക്കെ. എന്തിനാണ് മിസ്റ്റർ അൻവർ അങ്ങനെ പറഞ്ഞത്? ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ്? സങ്കടമുണ്ടതിന്. അങ്ങ് ഷൗക്കത്ത് അലിയുടെ മകനല്ലേ? ഒരു വാപ്പയ, ധീരനായ ഒരു വാപ്പയുടെ മകനല്ലേ? പാർലമെന്റിലേക്ക് മത്സരിച്ച ഒരു വാപ്പയുടെ മകൻ. അങ്ങയുടെ പിതാമകന്മാരെ പരിശോധിച്ചു നോക്ക്. ഈ രാജ്യം തകർക്കാൻ വെള്ളക്കാരൻ വരുമ്പോ അവനെ തുരത്തി ഓടിക്കാൻ വിരിമാറ് കാണിച്ചവനാണ് നിന്റെ വല്യപ്പമാർ. ഈ നാട്ടിലെ മാപ്പിളമാർ, അതിൽ നിന്റെ വാപ്പ ഷൗക്കത്ത് അലിയുമുണ്ട്. അറിയുമോ അൻവറിന്? നിങ്ങൾ ആരോടാണ് ഈ മതേതരത്വം പറയുന്നത്? ഈ രാജ്യം സ്വാതന്ത്ര്യം പറന്നു വീടുമ്പോ ഈ നാടിനെ ഒട്ടുകൊടുത്ത കള്ള കമ്മ്യൂണിസ്റ്റുകളോടാണോ നിങ്ങൾ മതേതരത്വം പറയുന്നത്? ഈ രാജ്യത്തെ ഒട്ടുകൊടുത്ത RSSകാരനോടാണോ നിങ്ങൾ മതേതരത്വം പറയുന്നത്?
അവരല്ലേ കള്ളന്മാർ, അവരല്ലേ കള്ളന്മാർ. അൻവറെ, നിങ്ങൾ വർഗീയവാദിയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ ഈ ചരിത്രമൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വന്നില്ലേ? ഞങ്ങൾ പിറന്നു വീണത് ലീഗിലാണ്, മുദ്രാവാക്യം പിടിക്കുന്നത് ലീഗിനാണ്, സംസാരിക്കുന്നത് ലീഗിനാണ്, പണിയെടുക്കുന്നത് ലീഗിന് വേണ്ടിയാണ്. എന്നാൽ ഞങ്ങളോടെങ്ങാനും നേർക്കുനേരെ നിന്ന് ഒരുത്തൻ വർഗീയവാദി എന്ന് വിളിച്ചാല് അവന്റെ ചെവിക്കുറ്റി പൊട്ടിച്ചിട്ടല്ലാതെ ഏത് കേസ് വന്നാലും നിങ്ങളൊക്കെ ആരണോ? ഈ രാജ്യത്ത് പിറന്നു വീണ ഒരുത്തന്റെ മതേതരത്വം ചോദിക്കാൻ ആരാണോ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ അവകാശം നിന്നത്? ആരാണ്? നിങ്ങൾ വലിയ വലിയ രാജ്യസ്നേഹികൾ. ഈ പിണറായി വിജയൻ RSSന്റെ വോട്ട് വാങ്ങിയിട്ടല്ലേ ആദ്യം നിയമസഭയിലേക്ക് വന്നത്, ആദ്യം കാലുകുത്തിയത്? ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന RSSകാരന്റെ കൂടെ ജയിലിൽ കൂട്ടുന്നവരല്ലേ നിങ്ങള്? ഈ RSSകാരന്റെ കൂടെ ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ സമരത്തെ പാര വെച്ചവരല്ലേ നിങ്ങള്? എന്നിട്ട് ഞങ്ങളുടെ മതേതരത്തെ ചോദിക്കാൻ പോയി പണി നോക്കണോ നിങ്ങളൊക്കെ? ഞങ്ങൾ ഈ മണ്ണിൽ പറഞ്ഞവരാണ്, ഈ മണ്ണിന് വേണ്ടി പൊരുതി ഭരിച്ച ബാപ്പമാരുടെ മക്കളാണ്. അറിയോങ്ങള്, എന്നെ പോലത്തെ കുലദ്രോഹികളുടെ മുമ്പിൽ വന്നിട്ട് അത് തെളിയിക്കേണ്ടി വന്നാൽ നീ ഓർത്തോ, ഏത് ഒടുക്കത്തെ കേസ് വന്നാലും എന്റെ ഒക്കെ പണി തീർത്തിട്ട് ഞങ്ങൾ ഈ പരിപാടി നോക്കും. മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എന്താ വരുന്നത്? ഓരോരുത്തരുടെ മതേതരത്വം ചോദ്യം ചെയ്യാൻ, രാജ്യസ്നേഹം ചോദിക്കാൻ നിന്റെ കയ്യിലൊക്കെ ആരാണോ മീറ്റർ എന്നത്? ആരാ മീറ്റർ എന്നത്? ഞങ്ങൾ ഇവിടെ ആരെയും ബോധിപ്പിക്കാൻ നിൽക്കൂല. ഞങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിനകത്താ ഞങ്ങൾ സുതാര്യമായിട്ടാ പണിയെടുത്തത് ജനങ്ങളുടെ മുമ്പിൽ. ഞങ്ങൾ അവർക്കറിയാം, ഈ കള്ള കമ്മ്യൂണിസ്റ്റുകാരന്റെ ആനുകൂല്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. നാടിനെ RSSന് ഒത്തുകൊടുത്ത ഈ പിണറായിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. പറയാ ലീഗ് തീവ്രവാദം, ലീഗ് മതം, എന്താണ് പിന്നെ എന്താണ് മതപാർട്ടിയുമായുള്ള കൂട്ടുകെട്ട്, മതരാഷ്ട്രവാദികളുമായിട്ടുള്ള കൂട്ടുകെട്ട് ലീഗ്. ഞങ്ങളൊക്കെ ഇതേ കൊടുവള്ളി പ്രസംഗിച്ചോരാ. അറിയോ? ഇതാ മുനീർ സാഹിബ് ഇവിടെയുണ്ട്. മുനീർ സാഹിബിന്റെ ഒരു മുദ്രാവാക്യമുണ്ട്. മുനീർ സാഹിബ് അത് ഇനിയും ഉറക്കെ പറയണം. ഫാഷിസ്റ്റ് മാർക്സിസ്റ്റ് കൂട്ടുകെട്ടിനെതിരെ അദ്ദേഹം പറ്റിയ പുസ്തകമുണ്ട്. ഞാൻ മാതൃഭൂമിയിലും മലയാളത്തിലും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോ എഴുതി വെച്ചിട്ടുണ്ട്. വർത്താനല്ല, ലേഖനം. ഞങ്ങൾക്ക് ഇവിടുത്തെ ഓരോ സംഘടനയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഏത് പാർട്ടിയെ കുറിച്ചും, അത് ജമാഅത്തെ ഇസ്ലാമി ആയാലും അത് SDP ആയാലും ആരായാലും. ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നും മുക്കത്തേക്കില്ലല്ലോ സഖാക്കളെ. ഇവിടുന്ന് ഒരുപാട് ദൂരം ചേന്നമംഗലൂരിലേക്കില്ലല്ലോ. നിങ്ങളെ ബായി കളി കണ്ണുകൊണ്ട് കണ്ടോളല്ലേ ഞങ്ങളുടനെ വേണോ നിങ്ങളിത് പറയാൻ? നിങ്ങൾക്ക് ആവശ്യമുള്ള പെടുക്കുക. ഞങ്ങൾ എന്തേ ഈ തീവ്രവാദ സംഘടനകൾക്കെതിരെ ഇപ്പൊ സംസാരിക്കാതിരുന്നത് അറിയുമോ? ഏറ്റവും കറണ്ട് ഇഷ്യൂ അതല്ല. ഇന്ത്യ ഫാഷിസം വിടുങ്ങാൻ വരുമ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഹിന്ദുവിലെ ലേഖനത്തെ തിരുത്തിയ പിണറായി വിജയൻ ഇന്നലെ കോഴിക്കോട് വെച്ച് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ. എന്താണ്? ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കുമെതിരാണ്, ന്യൂനപക്ഷ വർഗീയതയ്ക്കുമെതിരാണ്. ഇത് മാർക്സിസ്റ്റ് നിലപാടാണോ? ഭൂരിപക്ഷ വർഗീയതയുടെ ബൈ പ്രോഡക്റ്റ് ആണ് ന്യൂനപക്ഷ വർഗീയത എന്നല്ലേ മാർക്സിസ്റ്റ് സമീപനം? അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത നല്ലതാണെന്നുണ്ടോ? ഞങ്ങൾ എതിർത്തിട്ടില്ല, ജീവൻ കൊടുത്ത് എതിർത്തിട്ടില്ലേ? വധശ്രമങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഞങ്ങൾക്ക് നേരെ വന്നിട്ടില്ലേ? RSSകാരനാ വന്നത്? CPM-കാരനാ വന്നത്? അല്ലല്ലോ, വന്നിട്ടില്ലേ? ഞങ്ങൾ നിലപാടുകളിൽ കളങ്കം ചാർത്തിയവരല്ല. എന്റെ പ്രിയപ്പെട്ട അൻവർ, ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയട്ടെ, ഇനി ആ പണി നിങ്ങൾ എടുക്കരുത്. അത് ഇത്തരം ആളുകളോടല്ല നിങ്ങൾ മതേതരവാദിയാണെന്ന് സങ്കടപൂർവ്വം തെളിയിക്കേണ്ടത്. അങ്ങനെ തെളിയിക്കേണ്ടി വരുന്ന ഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അന്തസ്സോടെ ഞങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട അൻവർ, ഞങ്ങൾ ഈ കൊടി പിടിക്കുന്നത് 948 മുതലാണ്. വീണു പോകാതെ അത് നെഞ്ചിന്റെ കൂട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നത് എന്താണെന്ന് അറിയുമോ? അത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തോളവും ഈ രാജ്യത്തിന്റെ പുരോഗതിയിലും ഈ രാജ്യത്തിന്റെ നന്മയിലും അടയാളപ്പെടുത്തപ്പെട്ട അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാകയാണ്. അത് ഞങ്ങളുടെ നിലപാടാണ്, അത് ഞങ്ങളുടെ കാഴ്ചപ്പാട്, അത് ഞങ്ങളുടെ നിശ്ചയദാർഢ്യമാണ്. അത് പിടിച്ചു തന്നെ ഇവിടെ ഞങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവാനുള്ള പ്രതിജ്ഞയാണ് ഈ യോഗത്തിൽ ഉണ്ടാവേണ്ടത്. അഭിവാദ്യങ്ങൾ നേരുന്നു. സുഹൃത്തുക്കളെ, വേദിയിൽ ഇനിയും ധാരാളം നേതാക്കന്മാർ പ്രസംഗിക്കാനുണ്ട്. പക്ഷേ സമയം അതിക്രമിച്ചു.